ഹലോ എവരിവൺ. അപ്പം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മുടെ സംസ്കൃതിയിൽ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, അതുപോലെ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതായത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് UGC അപ്രൂവ്ഡ് ആണ് അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് UG PG BEd PhD ഇതൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടോ ഓപ്പൺ ആയിട്ടോ ഏതൊക്കെ രീതിയിലാണ് ചെയ്യാൻ സാധിക്കുക, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും, അത്തരം കാര്യങ്ങൾ, PhD പാർട്ട് ടൈം ഫുൾ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഫെലോഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചോദിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലും അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിലൊക്കെ തന്നെ ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജ് PSC നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത്തരം കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. NEP റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജോബ് വേക്കൻസീസ്, അതുപോലെ മോട്ടിവേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു കാര്യങ്ങളുമെല്ലാമായി റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിനി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഒരുപാട് സംശയങ്ങളാണ് നമ്മുടെ വാട്സപ്പിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കായിട്ട് മറുപടി തരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട്, ഇപ്പോൾ അണ്ണാമല യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, അങ്ങനെ 2017 മുതൽ നമുക്ക് അതിൻ്റെ UGC അതിൻ്റെ അപ്രൂവൽ ODL പ്രോഗ്രാമിൻ്റെ അപ്രൂവൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തതാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മളൊരു ODL പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ UG PG BEd PhD ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഗ്രി നമുക്ക് എങ്ങനെ എടുക്കാം, PG നമുക്ക് എങ്ങനെ എടുക്കാം, BEd നമ്മൾ എങ്ങനെ ചെയ്യണം, ഏതൊക്കെയാണ് അത് കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ വരുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പലർക്കും അറിയില്ല. നമുക്ക് കേരളത്തിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ, അതിൻ്റെ എൻട്രൻസ് എക്സാം ഏത് രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ പരീക്ഷകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഫെലോഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫെലോഷിപ്പുകൾ നമുക്ക് പഠനത്തിനായിട്ട് ഗവൺമെൻറ് തരുന്നുണ്ട്, അല്ലാത്ത സംഘടനകൾ തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ എയ്ഡഡ് കോളേജിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് എയ്ഡഡ് കോളേജ് PSCക്ക് നിയമനം നൽകുന്നില്ല, അതായത് എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകരുടെ നിയമനം എന്തുകൊണ്ട് PSCക്ക് വിടുന്നില്ല, അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ജനറൽ ഗവൺമെൻറ് കോളേജുകളിലുള്ള ഇപ്പോഴത്തെ ഒഴിവിൻ്റെ ഡീറ്റെയിൽസ് എന്തെല്ലാമാണ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ NEP റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ, ഹയർ എഡ്യൂക്കേഷനിൽ NEP വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് പല കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അത്തരം വീഡിയോസൊക്കെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിങ്, സ്റ്റേ സേഫ്.